വധശ്രമത്തിനടക്കമുള്ള വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് അത് തന്നെയാണ് ചുമത്താനിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഇ ഡി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകൾ എന്താണ് ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് അറിയേണ്ടതുണ്ട്. വിശദമായി തന്നെ ഈ രേഖകൾ, ബാങ്ക് രേഖകൾ അടക്കം, ഫോൺ ഡിജിറ്റൽ രേഖകൾ അടക്കം പരിശോധിക്കാൻ ഇ ഡി തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഈ വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇ ഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. വീണയെ അടക്കം ഇതിനു ശേഷമായിരിക്കുമോ ഒരു സമൻസ് നൽകി വീണ്ടും വിളിപ്പിച്ച് മൊഴിയെടുക്കുക? മാത്രമല്ല CMRL വീണ്ടും ഹൈക്കോടതിയിലേക്ക്, ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജിയുമായി നീങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, സിംഗിൾ ബെഞ്ചിലേക്ക് പോയ ആ 2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ നാടകങ്ങളെല്ലാം സംഭവിച്ചത്. സ്വപ്ന, ഏതായാലും ഈ മാസപ്പടി കേസിലെ അന്വേഷണം വേഗത്തിൽ തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ പിടിച്ചെടുത്തിട്ടുള്ള, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുടെയും ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെയും പരിശോധന, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് ഇ ഡി. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ലാപ്ടോപ്പും മറ്റ് ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. കൂടാതെ തന്നെ വീണയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും ഇ ഡി പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെയെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഇ ഡി അയച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ 200ഓളം ബാങ്ക് രേഖകളാണ് ഈ പല സ്ഥലങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളുടെ, ഈ രേഖകളുടെയും ശാസ്ത്രീയ പരിശോധനയും ഒപ്പം തന്നെ ഇതിൻ്റെ വിശദമായ പരിശോധനകളും ഇ ഡിയുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഏതായാലും വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇനി സമൻസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നതിനുള്ള നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുമുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു അന്വേഷണം വേഗത്തിൽ തന്നെ നീങ്ങുന്നതിനിടയിൽ ഇതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. CMRL ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിലെ സമീപിക്കുകയും ഇ ഡിയുടെ അന്വേഷണത്തിനെ കുറച്ച് ദിവസത്തേക്കെങ്കിലും തടയുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം മാസങ്ങളോളം തന്നെ ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ ഹർജിയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ കൂടി തന്നെ സാധിച്ചിരുന്നു. ഏതായാലും ഈ സിംഗിൾ ബെഞ്ച് വീണ്ടും ഈ അന്വേഷണം തുടരാമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഇനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ട് വീണ്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു ഹർജി ഉടനെ തന്നെ CMRL ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന. കിരണാണ് വിശദമായ റിപ്പോർട്ടുമായി ചേർന്ന് ഇ ഡി നൽകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകളൊക്കെ അനുസരിച്ച് വീണ വിജയനെ കൃത്യമായി വിളിച്ച് മൊഴി രേഖപ്പെടുത്താൻ അടക്കമുള്ള തെളിവുകൾ ലഭ്യമാണ്, കൈവശമുണ്ട്. ഫോൺ രേഖകളുടെ കൂടി ഒരു ഡിജിറ്റൽ തെളിവുകളുടെ കൂടി ഒരു സ്ഥിരീകരണം, അല്ലെങ്കിൽ അതിൽ നിന്നുകൂടി കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം കൃത്യമായി വീണ വിജയനെ ചോദ്യം ചെയ്ത് ഇ ഡി വിളിപ്പിക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഒരു നിമിഷം പുറത്തുവരുന്നത്.